പ്രിയപ്പെട്ടവരെ നമസ്കാരം. തെങ്കാശി യാത്രകൾ എപ്പോഴും വളരെ മനോഹരമാണ്. എങ്ങും പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും പുഴകളും കുന്നുകളും മലകളുമുള്ള അതിമനോഹരമായ സുന്ദരിയാണ് തെങ്കാശി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തെങ്കാശി യാത്രയിൽ ഉൾപ്പെടുത്തേണ്ട വളരെ മനോഹരമായ ഒരു ബൗദ്ധ വിഹാരത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ശ്രീബുദ്ധൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയിലേക്കോ ഒരു പ്രതിമയിലേക്കോ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവാച്യമായ ഒരു ശാന്തതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചിട്ടുള്ള ഈ പുണ്യഭൂമിയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ തന്നെ വാക്കുകൾക്ക് അതീതമായ ഒരു ശാന്തത നമ്മെ തഴുകി കടന്നു പോകുന്നതായി നമുക്ക് അനുഭവവേദ്യമാണ്. വലിയൊരു മണിയുടെ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം 110 അടി ഉയരമുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. തെങ്കാശിയിൽ നിന്നും പുളിയംകുടി ശങ്കരൻ കോവിൽ റോഡ് 44 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ അരിയൂർ എന്ന സ്ഥലത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശങ്കരൻ കോവിലിൽ നിന്നും 5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാഴ്ചകൾ. അങ്ങകലെ തലയോർത്തി നിൽക്കുന്ന മലനിരകൾ, കൂടാതെ ഈ ക്ഷേത്രത്തിന് ചുറ്റും വളരെ വിശാലമായി കരിങ്കല്ലുകൾ പാവി മനോഹരമാക്കിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിന് ചുറ്റും വിശാലമായി കരിങ്കൽ പാകിയ 2 നടപ്പാതകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിലൂടെ നാം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശാന്തത അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ കഴിവതും വരാൻ ശ്രമിക്കുക. കാരണം കരിങ്കൽ പാകിയ പാതകളായതുകൊണ്ടാവും നമുക്ക് നടക്കുമ്പോൾ നല്ല ചൂടാണ് നട്ടുച്ചയ്ക്ക് വരുമ്പോൾ. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലായി ശ്രീബുദ്ധൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ അന്നത്തെ ആ ചടങ്ങുകളുടെയൊക്കെ വീഡിയോ ലഭ്യമാണ്. മയിലാടിയിൽ നിന്നും കൊണ്ടുവന്ന ബുദ്ധൻ്റെ മന്ത്രങ്ങളടങ്ങിയ ഒരു സ്തൂപമാണിത്. ചൈനീസ് ഭാഷയിലാണ് ഈ മന്ത്രങ്ങൾ ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടുത്തെ സൂക്ഷിപ്പുകാരനായ ചേട്ടനോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ മന്ത്രവും അതിൻ്റെ അർത്ഥവും നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന് சொல்லுங்க. നാമു നിയകോ രംഗേ കിയോ തന്മയെ വണങ്ങുക. ഉലക அமைதிக்காக இறைத்தன்மையை வணங்குகிறோம், இறைவனை வணங்குகிறோம். அதுதான் இதனுடைய சூத்திரம். தாமர சூத்திரம்னு சொல்கிறாங்க. இது மகாயானம், இன்னொன்று கீனயானம்னு இருக்கு. அதில் வேறு பாணியில் இருக்கு. இவங்க ஜப்பான், சைனா வந்து கீனயானம். നാം മ്യോഹോ രംഗേ ക്യോ. ബുദ്ധമതത്തിലെ അതിവിശിഷ്ടമാർന്ന ഈ മന്ത്രം സ്ഥിരം ജപിക്കുന്നത്
ഒരാളുടെ അന്തർലീനമായ ബുദ്ധ സ്വഭാവത്തെ ഉണർത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് നേപ്പാളിലെ ഗയയിൽ നിന്നും കൊണ്ടുവന്ന ഒരു ബോധി വൃക്ഷമാണിത്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾ വന്നാൽ അല്പനേരം ഇരിക്കണം കേട്ടോ. വല്ലാത്തൊരു ശാന്തത നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണിവിടെ. നമ്മുടെ അരയാലിനോട് സാമ്യമുള്ളതാണ് ബോധിവൃക്ഷത്തിൻ്റെ ഇലകൾ. പക്ഷേ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇതിൻ്റെ ഇലകൾ കാണുമ്പോൾ തന്നെ. ഇത് ഒരു പ്രാർത്ഥനാ ഹാളാണ്. ഞങ്ങൾ ചെന്നപ്പോൾ പ്രാർത്ഥനാ ഹാൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. രാവിലെ 4:30 മുതൽ 6:30 വരെയും വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയുമാണ് പ്രാർത്ഥനാ ഹാളുടെ സമയം. 14 വർഷത്തോളമായത്രേ ഈ ബുദ്ധക്ഷേത്രത്തിൻ്റെ പണികൾ തുടങ്ങിയിട്ട്. ഇപ്പോഴും അതിൻ്റെ പണികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ മഹായാനക്കാരുടെ ബുദ്ധ ക്ഷേത്രമായി ഇത് ഉയരുമെന്ന് തീർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.